ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഒരു ഷോർട്ട് കഥ പറയാൻ പോവാണ്. ഷോർട്ട് സ്റ്റോറി. നമ്മൾ കോയമ്മൻ്റെ കഥ കേട്ടോ പറയാൻ പോണത്. ഈ അരി തിന്നാണ്ടിരിക്കുന്ന ആളെ പേരാണ് ഗിരി. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലാക്ക് കേട്ടോ. നമുക്ക് നമ്മളെ കോഴി കോഴി കോഴിനെ നോക്കുന്ന അമ്മയ്ക്ക് കുറച്ച് കോഴികളുണ്ടായിരുന്നു. അവരുടെ പേരാണ് ഈ പൂവങ്കോഴിൻ്റെ പേരാണ് പോവാലി എന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് കോഴികളുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹത്തിൽ ജീവിച്ചിരുന്നവർ, എന്താ പറയുക, ഭയങ്കര സന്തോഷവും ആഹ്ലാദത്തിലുമായിരുന്നു കേട്ടോ അവർ ജീവിച്ച്. ഫസ്റ്റിൽ അവർ ഡോണ എന്ന പേരുള്ള കോഴിക്കുട്ടി ഫസ്റ്റ് ആദ്യമായിട്ട് മുട്ടയിടുക കേട്ടോ. ഈ കോഴി അമ്മ എന്ന് പറഞ്ഞ ആള് ആദ്യമായിട്ടാണ് കോഴിനെ വളർത്തുന്നത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് പറയാം. അങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റോടെ കൂടി വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികളാണ് കേട്ടോ അവരൊക്കെ. ചെറിയ കുഞ്ഞു മക്കളെ വാങ്ങിയതാണ്. അങ്ങനെ പോറ്റി അവർ മുട്ടയിടാറായി. അങ്ങനെ ഫസ്റ്റ് മുട്ട ഇട്ടതാണ് കേട്ടോ അത് കാണുന്നത്. അങ്ങനെ അവരിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള അവരുമായിട്ടുള്ള സ്നേഹം നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഫുള്ള് കാണാം കേട്ടോ. നല്ലൊരു എന്താ പറയുക ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് കേട്ടോ ഇത്. നല്ല രീതിയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ലാസ്റ്റിലേക്ക് നമുക്കൊരു എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സഹിക്കാൻ പറ്റും. എന്താ പറയുക, എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പോയ ഒരിതാണ്. ഞാൻ കോയമ്മൻ്റെ കഥയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടായിരുന്ന ഒരുപാട് നിമിഷങ്ങളാട്ടോ അത്. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മളെ ബ്ലാക്കിയും ഫസ്റ്റ് മുട്ടിട്ട് പൂവാലിയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. തുറക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് പൂവാലിനെ ആദ്യമായിട്ട് മുട്ടേ. അങ്ങനെ നമ്മളെ രാജാണ് പാത്രത്തിൻ്റെ അടുത്തുനിന്ന് കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ് ചോറ് തന്നാൻ. അരിനെക്കാട്ടിലും പിന്നെ കോഴിത്തിരിനെക്കാട്ടിലും ഒക്കെ ഇഷ്ടം ചോറ് തിന്നാനാട്ടോ. ഇങ്ങനെ വിളിച്ചതാ. ഞാൻ കുറേ വിളിക്കുന്നുണ്ട്, പക്ഷെ മൂപ്പത്തി വരുന്നില്ല. അവർ കാലോണ്ട് കയ്യാന്ന് പിടിച്ച് വെച്ചിട്ട് അങ്ങനെ കഴിക്കാട്ടെ ചെയ്യുക. ഭയങ്കര എന്താ പറയുക, ഞാൻ ചോറനി അല്ലെങ്കിൽ പോലും നമ്മളെ ഫുഡ് ബാക്കിയായിട്ട് വേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ പോലും നല്ല ചോറിൽ കറി വാർന്ന് കൊടുക്കലാട്ടോ അവർക്ക് ഇഷ്ടമാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. ഇങ്ങനെ വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ ഇവരെ കൂട്ടാട്ടോ ഞാൻ സ്പെൻഡ് ചെയ്യാറ്. ഈ കോയമ്മ എന്താ പറയാ ഭയങ്കര അറ്റാച്ച്ഡാണ്. എന്താ പറയാ, എന്തോ ഒരു സന്തോഷാന്ന് അറിയോ കോയമ്മക്ക്. കോഴിമക്കൾ ഇവരൊക്കെ കാണുമ്പം ഈ രാജ ഒരുപാട് സ്നേഹവും സന്തോഷവും ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് പറയാൻ വാക്കുകളില്ല. അത്രയും എന്താ പറയാ, ഒരു ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കണ, ആരും ഒന്ന് സംസാരിക്കാനൊന്നും ഇല്ലാത്തൊരിതുണ്ടാവുമല്ലോ. ആ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്ക് ഒരുപാട് നമുക്ക് സപ്പോർട്ടാവുന്ന ഒരിതാണ്. ഇത് ഉമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിയ കോഴിക്കളാണ് കേട്ടോ. അപ്പം ഒരു ദിവസം 2 ദിവസത്തെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ മോനെ നോക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ കോഴിക്കുട്ടികളൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ ഉമ്മക്കുള്ള കുട്ടികളൊക്കെ. എങ്കിൽ രാജൻ്റെ കുട്ടിയായിട്ട് ഒന്ന് നാടൻ കോഴിക്കോ. നല്ല അടിപൊളി കുട്ടികളാണ് കേട്ടോ. സൂപ്പറാണ്. എനിക്ക് നല്ല എന്താ പറയാ ഭയങ്കര സ്നേഹമുള്ള ആൻസറുള്ള കുട്ടികളാണ് എല്ലാവരും. എൻ്റെ മക്കളാണെങ്കിലും ഇതിപ്പോൾ വാങ്ങിയ പുതിയ മക്കളാണെങ്കിലും ഇവരെ കൂടെയൊക്കെ കൂട്ടുകയറുകയും എന്താ പറയുക പാഞ്ഞാലൊന്നും ചെയ്യുന്നില്ല. വാങ്ങി അന്ന് തന്നെ ഞാൻ പുറത്തിട്ടിട്ട്
നല്ല എന്താ പറയാ ഇണക്കത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. നല്ല കുട്ടികളാട്ടോ. ഞാൻ വിചാരിച്ചിട്ട് ഡോണ കുത്തുന്നൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇണങ്ങി കേട്ടോ. ഞാൻ അന്ന് തന്നെ തുറന്നിട്ടിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി. ബ്ലാക്കിൻ്റെ മുട്ടയിടാൻ വേണ്ടിയിട്ട് കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. പോയി വെക്കുകയാണ്. പോയി വെക്കുമ്പോൾ തുറക്കണ സമയത്ത് മുട്ടയൊന്നും കാണൂല കേട്ടോ. അതിൽ ഫ്രൈക്ക് അട ഇരിക്കുന്നുണ്ട്. അട ഇരിക്കുന്നതുകൊണ്ട് തന്നെ മുപ്പത്തി എന്ത് ചെയ്തിട്ടുണ്ട്, മുപ്പത്തിൻ്റെ അടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ല. പിന്നെ പൂവാലി കേട്ടോ. അപ്പം അട ഏകദേശം വിരിയാനായിട്ടോ. കുറച്ച് വിരിഞ്ഞ് കൊക്ക് കണ്ടപ്പോൾ മക്കൾ എന്ത് ചെയ്ത് നല്ല ഇതാക്കിയതാണ് കേട്ടോ. അതാ ബ്ലഡൊക്കെ ഇടുന്നത്. അപ്പം മക്കൾക്ക് എന്തോ സന്തോഷം എന്നറിയുമോ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ മക്കൾ പറയും നമ്മൾ വരുമ്പോഴേക്കിനും സെറ്റായിക്കോളും, നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകാനുണ്ട്. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല കൂടിൻ്റെ അടുത്തുനിന്നേ. അങ്ങനെ നിൽക്കുക. വന്നപ്പോൾ നമ്മളെ വീട്ടിലുള്ളിലൊക്കെ ഒന്നും കയറിയില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ കൂട്ടിൽ പോയി കുട്ടീനെ അടുത്ത് നോക്കി. അപ്പോൾ എന്താ പറയുക, തൊപ്പയ്ക്കൊന്നും ഒരു ഇത് വന്നില്ല കേട്ടോ. പഫിനെസ് ഇല്ല. പിന്നെ ഇത് കോയിൻ്റെ അടിയിൽ തന്നെ കോഴി നന്നാക്കി അടിയിലേക്കൊക്കെ വെച്ചെടുത്തു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് വെക്കണത്. പിന്നെയാണ് ഇടിയും മഴയൊക്കെ ഉള്ള സമയത്താണ്, നവംബർ മാസത്തിലാട്ടോ അതൊക്കെ വെക്കണത്. അപ്പോൾ ചിലപ്പോൾ ഇടിയൊക്കെ ഉണ്ടെങ്കിൽ കുലുങ്ങി പോകുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ രാത്രി നമുക്ക് ഉറക്കം വരുന്നില്ല മക്കൾക്ക്. അപ്പോൾ രാത്രി ആരും കാണാണ്ട്, ഉപ്പച്ചൊന്നും കാണാണ്ട് വന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തൂവലൊക്കെ ഒന്ന് പഫ്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്, പഫി. അങ്ങനെ അതിന് ഉമ്മയൊക്കെ കൊടുത്ത് അതിന് തൊട്ട് തലയോടിയൊക്കെ ചെയ്ത് അവനെ കൂട്ടിലേക്ക് ഇടാൻ കുട്ടിക്ക് തോന്നണില്ല. എന്തോ കൊത്തിയൊക്കെ നോക്കണം. ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മനസ്സ് അത്രയ്ക്ക് ഇഷ്ടമാണ് അതിനെ. അതുകൊണ്ടാണ് അല്ലോ വച്ചോനെ. ആ സുന്ദരനൊന്ന് കാണിച്ച ഒന്നുകൂടി. ആ സുന്ദരൻ ഇതാണ് സുന്ദരി. അവിടെ വെക്ക്. ഇവളാണ് ഫസ്റ്റ് പോകുന്നത്. ഏറ്റവും കൂടി രാത്രി അങ്ങനെയൊക്കെ ആയി. അങ്ങനെ വാതിലൊക്കെ അടിച്ച് പോകുന്നു. പോരാൻ തോന്നപ്പോൾ രാവിലെ ആയിരിക്കുമ്പോൾ ഒരുവിധം കുട്ടികളാണോ? പഞ്ചാര രണ്ട് മൂന്നെണ്ണം കൂടെ വിരിയാനുള്ളൂ. അപ്പോൾ കോഴി കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ വിരിഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ ചെറിയ അരി കൊടുക്കാൻ നോക്കുമ്പോൾ കഞ്ഞിൻ്റെ അരി തീർന്നു. പിന്നെ ഞാൻ നല്ല അരി തന്നെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നോക്കുന്നുണ്ട്. വെള്ളവും കൊടുത്താൽ ചിലപ്പോൾ അവിടെ തട്ടിത്തൂക്കല്ലോ വെച്ച് കുറച്ച് പക്ഷെ അവര് കുടിപ്പിച്ച്, ഞാൻ നല്ലോണം കുടിപ്പിച്ചൊക്കെ കൊടുത്ത് പിറ്റേന്ന് ഞാൻ പിന്നെ ഇനി കോഴി കിടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് പുറത്ത് വെച്ച് അവരെ നോക്കി നിൽക്കുകയാണ്. കോഴി നല്ല നല്ല ബുദ്ധിയുള്ള കോഴിയാട്ടോ. കോഴി കുട്ടിക്ക് കൊത്തി ഇങ്ങനെ കൊടുക്കുകയുള്ളൂ, കോഴി തിന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കോഴിക്ക് തിന്നാൻ പഠിപ്പിക്കുന്നുണ്ട്, ഓടാനും ചിക്കാനും അതേപോലെ വെയിൽ കൊണ്ട് കിടക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. കോഴി നല്ല എന്താ പറയുക, നല്ല സ്നേഹമുള്ളൊരു കോഴി അമ്മയിട്ടത്. അടിപൊളിയാണ്. എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. അനിയത്തിൻ്റെ മക്കളൊക്കെ ഞങ്ങളാട്ട് വരികയാണ്, ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളെ കൂടിൻ്റെ അടിയിൽ തന്നെ വല ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലിട്ട്
അവരെ സേഫാക്കി പുറത്തിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് കാക്കേ കീരി അങ്ങനെ എന്തൊക്കെയെങ്കിലും വന്ന് ഞാൻ കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നു. പിന്നെ ഞാൻ കൊടുവള്ളി പോകുന്ന അങ്ങനെ വെള്ളം തട്ടി തൂക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതാ ഞാൻ കൊടുവള്ളി പോയി വരാം. മക്കളതാ ഈ ചെറിയ പൈതലില്ല കുഞ്ഞു വാവ ഇത് നല്ലോണം നോക്കണം കേട്ടോ. ഇതിനാവതേ ഇല്ല കേട്ടോ. എല്ലാവരും സുന്ദരിമാര് ഇതിനെ നല്ലോണം നോക്കണം കേട്ടോ. പൊന്നു പോലെ നോക്കണം കേട്ടോ കുഞ്ഞിനെ. ഇത് കുഞ്ഞുവാവനെ പിറ്റേന്ന് നോക്കുമ്പോ കുട്ടിയൊന്നും ഇല്ല കേട്ടോ. കുട്ടീനെ വെള്ളം പോയി എന്താ പറയാ അങ്ങനെ പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് രാവിലെ നല്ല മഴയുള്ള സമയമാണ് പുറത്തിരുന്ന് കൂടിൻ്റെ പിന്നെ കോഴിക്കോട്ടുള്ള ഞാൻ എന്ത് ചെയ്തെന്നറിയൂ, കോഴിക്കോടിൻ്റെ തായതിൻ്റെ സ്പേസ് ഉണ്ട് ഞാൻ വലയിട്ട് വെക്കുന്നത്. പിന്നെ കൂടിൻ്റെ അടുത്തേക്ക് വേറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യമേ വലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ആ വലൻ്റെ അടിയിലാക്കിയിട്ടാണ് വെക്കല്. ഇവിടെ പോകുമ്പോൾ കൊടുവള്ളി പോവാട്ടോ. എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ മുൻപ് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് പോണത്. എന്താ പറയാ, കോഴിനോട് പറയും കുട്ടിക്ക് എന്താ പറയാ തികയാതെ പ്രസവിക്കാന്ന് പറയില്ലേ. അതുകൊണ്ട് ഒന്ന് കാല് വേദനയായിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യം എന്നെ കുളിപ്പിച്ചു. എന്താ പറയാ, കോഴി അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. കോഴിണ്ടായിരുന്ന നല്ലോണം ആരോഗ്യമുള്ള കുട്ടികൾ കോഴി കുത്തിയിട്ടെടുക്കുമ്പോൾ തിന്നല്ലോ. അപ്പം ആ ഒരു ഇതിൽ കോഴി ചെറിയ കുട്ടിയാ വയ്യാത്ത കുട്ടിയാണെന്ന് പറഞ്ഞു കെയർ കൊടുക്കാനില്ല. കോഴി അങ്ങനെ കൊച്ചിക്കുമ്പോൾ കോഴിക്കുട്ടി തെറിച്ച് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാനാ നോക്കണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞാൻ ഉച്ച വരെ പുറത്തിടും ഇങ്ങനെ വലൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉള്ളിലാക്കും കീരി, അതേപോലെ കാക്കാട്, അങ്ങനെ പല ഗാനങ്ങൾ വന്നിട്ട് കുത്തി കൊണ്ടുപോകല്ലോ. ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ സേഫാണ്. ഒരു പ്രാവശ്യം കീരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടീൻ്റെ കാലിന് പരിക്ക് പറ്റി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെത്ര കെയർ ചെയ്തിട്ടും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പറ്റും. എനിക്ക് രാത്രിയായി അങ്ങനെ അവർ പിടിക്കുക കുറച്ച് വളവന്മാരായിട്ടുണ്ട് വന്നപ്പോൾ. കൊസുർത്തി കുറുമ്പന്മാരാണ്, പിടി തരൂല കേട്ടോ. അല്ലെങ്കിലും കുറച്ച് വലുതായപ്പോൾ തന്നെ അവരെന്ത് ചെയ്യലൊടുങ്ങിയിട്ട് സ്വന്തമായിട്ട് കൂട്ട് കയറലൊടുങ്ങിയിട്ടുണ്ട്. തള്ള കുട്ടി തള്ള പെട്ടെന്ന് എന്താ നമ്മളെ ഫ്രീക്ക് പെട്ടെന്ന് എന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഈ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കൊക്കി അങ്ങനെ എന്താ പറയുക ഒരു പാടെടുക്കുന്ന മാതിരി കാണിച്ചു കൊടുത്ത് കുട്ടികൾ അതേപോലെ കയറി അങ്ങനെയൊക്കെ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഒരുമായിട്ട് അധികം അടുത്ത് വെക്കണ ഒരുപാട് നിമിഷങ്ങളായിരുന്നു കേട്ടോ. ഇപ്പം എന്താ പറയുക അങ്ങനെ ഞാൻ കൂട്ടിൽ ഇവരെ എന്താ പറ്റി ഒറ്റയ്ക്ക് കയറിയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ എല്ലാവരും കയറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. വൈകുന്നേരങ്ങളിൽ ഞാൻ പുറത്ത് തുറന്നു വിടും. എന്നിട്ട് ഞങ്ങൾ നോക്കിയിരിക്കാട്ടോ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും ഇപ്പോൾ ഒരു വീഡിയോ ആക്കിയിടണമെന്ന് വിചാരിച്ചിട്ടോ അന്ന് എപ്പോഴെങ്കിലും ഒക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ച് വെച്ചതാണ്. പക്ഷെ അന്ന് ഇടാൻ അങ്ങനെ ശ്രമിച്ചുമില്ല, ഇടാൻ പറ്റിയതുമില്ല. ഇപ്പം അങ്ങനെ അവരാ കാട്ടിനുള്ളിൽ പോകട്ടോ. പിന്നെ നമ്മളെ കണ്ടാൽ നമ്മളെ കൂടെ തന്നെ നിന്ന് അങ്ങനെ നമ്മളെ മുറ്റത്തിൽ കൂടെ അങ്ങനെ ദൂരെ ഇങ്ങോട്ട് അവർ പോവില്ല. എൻ്റെ അടുക്കള പിന്നെ ഞാൻ വെളിച്ചിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേട്ടോ. അടുക്കള ഭാഗത്തുനിന്ന് ഇങ്ങനെ മാത്രം. പിന്നെ ഈ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് പുല്ലുള്ള ഭാഗമുണ്ട്. ആ ഏരിയയിൽ മാത്രം വേറെ ഒരു വീട്ടിൽ പോയി അങ്ങനെ ഇടുന്നാറാക്കിയൊന്നുമില്ല. നല്ല അനുസരണമുള്ള കോഴികളാണ് കേട്ടോ. ഇപ്പോഴും എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും എനിക്ക് സ്നേഹമായിരുന്നു അവരോട്. സ്വന്തമായിട്ട് കൂട്ട് കയറുന്നത് ഞങ്ങൾക്കും കാണാം കേട്ടോ. വീഡിയോയിൽ സ്വന്തമായിട്ട് കയറാണ്. ക്യാമറയൊക്കെ എങ്ങനെയോ പിടിച്ചിട്ടുള്ളത് ഞാൻ തന്നെ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാവാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ കോഴി കാണിച്ചു കൊടുക്കുകയാണ് കുട്ടിക്ക് കയറാനുള്ള ട്രെയിനിങ് കൊടുക്കാന്ന് പറയില്ലേ ആ ഒരു സംഭവം. ഞാനും ഒരു നിമിഷം സ്റ്റെക്കായിട്ടാട്ടോ നോക്കി വെക്കണത്. എല്ലാവരും കയറും. അതൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ചേല് നല്ലൊരു കോഴിയായിരുന്നു എൻ്റെ ഫ്രീക്ക്. അങ്ങനെ എല്ലാവരും കയറിയതിന് ശേഷം ഞാൻ പോയി കൂടടിക്കും.
ഒക്കെ ഒരു അനുസരണ, ഒരു കൃത്യനിഷ്ഠാക്കിയുള്ള ഒരാളാട്ടോ. അതിൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റുമോ കാര്യമാകുമോ എന്നൊക്കെ അതിനുള്ള ഒരു ബേജാറ്, എന്താ പറയുക, ഒരു ടെൻഷനുണ്ട്. എന്താ പറയുക, 5:30 ആകുമ്പോഴേക്കിനും കൂട്ടി കയറും. വൈകുന്നേരം ഞാൻ തുറന്നിടാൻ തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ അവരെ ഉച്ച ആകോളം ഞാൻ തുറന്ന് വിട്ടിട്ട് ഉച്ചയ്ക്ക് ഞാൻ കൂട്ടി കയറാൻ പറയും. കയറാൻ പറയുന്ന നിമിഷം തന്നെ അവർ കയറും കേട്ടോ. എനിക്കെന്തോ എല്ലാ കോഴിക്കളും കളിപ്പിക്കൂലേ കയറുകണ്ട്. ഇവൻ്റെ കോഴിമക്കളുണ്ട് വിളിക്കുമ്പൊക്കെ വരും. അങ്ങനെ എന്താ പറയാ, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. എനിക്ക് അവരോട് സ്നേഹമായിരുന്നു, അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നാണല്ലോ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫ്രീക്ക് എന്ന് പറഞ്ഞ കോഴിൻ്റെ അനിയത്തിൻ്റെ വീട്ടിലുള്ള കോഴിയാട്ടോ. ഈങ്ങാപ്പുഴയായിരുന്നു. അവിടെ ഒരു അനുസരണയില്ല, അവർ പറഞ്ഞാലും കേൾക്കൂല. ഒരു കൂട്ടിൽ കയറാൻ പേടിയായിട്ട് താറാവുള്ള വീട്ടിലായിരുന്നു. അപ്പം ഒരിക്കലും അതിനെ പിടിക്കാൻ പറ്റില്ല, പേടിച്ച് തോടിക്കളയാനായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഭയങ്കര അറ്റാച്ച്ഡ് ആയത്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരും, ഭക്ഷണം കഴിക്കും, എന്താ പറയുക, ഭയങ്കര ഒരു ഇതായത്. ഇത് ഭക്ഷണം കഴിക്കൂല. ഇപ്പം തന്നെ കോഴിക്കളെ വിളിച്ചിട്ട് ഓരോരോ മണി ഓരോ മക്കൾക്ക് ഇങ്ങനെ കൊത്തിക്കൊടുക്കട്ടെ ചെയ്യണത്. അത് കഴിക്കുന്നില്ല, അത് കഴിക്കാണ്ട് മക്കളെ വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കണം ഭക്ഷണം. അപ്പം അങ്ങനെ ഒരു കോഴി അമ്മനെ ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ മഴയുള്ള സമയമാട്ടോ, അതുകൊണ്ടാട്ടോ മിറ്റത്തൊക്കെ വെള്ളം ഞാൻ നിൽക്കണത്. നമ്മളിവിടെ ഒരു വയലേരിയാണ്, അങ്ങനെ പെട്ടെന്ന് മഴ പെയ്താലും വെള്ളം വലിഞ്ഞു പോകില്ല. പിന്നെ വീട് പണിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തറ കെട്ടിട്ട് അതേ മാതിരിയായിട്ടോ നിൽക്കണത്. അങ്ങനെ ഇതാണ് നമ്മളെ ഫ്രീക്കിൻ്റെ മകളോ മകനും 2 കുട്ടികളെ ഉള്ളൂ കേട്ടോ. ഫ്രീക്കിൻ്റെ മാതിരി, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പൂവാലി വെളുത്തിട്ട് വെള്ള കളറിലാണല്ലോ പൂങ്കോയില്ലേ, അതിൻ്റെ നിറവും ഇതിൻ്റെ ഈ തൂവലുകളും കേട്ടോ ഇവർക്ക് കിട്ടിയത്. കുറച്ച് വലുതായതിനു ശേഷം സ്വന്തമായിട്ട് പോയിട്ട് തയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മക്കൾ. ചിക്കിപ്പാർക്ക് എത്തുന്നൊക്കെ ഉണ്ട്. ഞാൻ വൈകുന്നേരം ഉള്ള അവരെ കൂടെയാണ്. ഒരു ഉച്ച കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് എന്താ പറയുക, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പോണതറിയില്ല, ഭയങ്കര എനിക്കെന്തോ ഒരു ആശ്വാസമാണ്, റിലാക്സേഷനാണ്, അല്ല എന്താ പറയുക, സന്തോഷമാണ്. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും അരിയിട്ടെടുക്കുന്ന കോഴി എന്തെങ്കിലും കഴിച്ചോട്ടേന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഉച്ചക്ക് കൂട്ടി വെച്ചിട്ട് മഴ ആകുമ്പോൾ ഉച്ചക്ക് ഞാൻ അടച്ചു വെക്കും. കാരണം എന്തെങ്കിലും വന്നാൽ ഉച്ച വരെ ഞാൻ പുറത്തുണ്ടാവുള്ളൂ. ഉച്ച 2 മണിക്ക് ശേഷം പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ വിചാരിക്കും. അപ്പോൾ ആ സമയത്ത് അവരെ ഞാൻ കൂട്ടിലാക്കിയിട്ടോ പോവാം. എന്തെങ്കിലും വന്നാൽ സംഭവിച്ചാൽ പിന്നെ വിഷമിക്കാനാവില്ല. അതുകൊണ്ട് പിന്നെ കുട്ടികൾ സ്വന്തമായിട്ട് ചിക്കി പറക്കി പെറ്റക്കുറ്റക്ക് ഇങ്ങനെ പോയി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം അവിടെ നിന്ന് ഒരു പൂവൻകോഴി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പേടിച്ച് വന്ന് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നാട്ടോ. ഞാൻ അവരെടുത്ത് കസാരത്ത് അങ്ങനെ ഇരിക്കുക ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പൂവൻകോഴിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കാം കേട്ടോ. കുറേ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കീരിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പം നല്ല കീരിയുണ്ട്. അന്ന് നമുക്ക് അങ്ങനെ കീരിയില്ലായിരുന്നു. എവിടുന്നോ ഒരു കീരി വന്ന ഒരു കോഴിക്കുട്ടിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അടിച്ച ഒരു സമയത്ത് പിന്നെ വൈകുന്നേരം തുറന്നിടാനും സമയമില്ല. ആ ഒരു സമയത്ത് ഞാൻ തീറ്റയും വെള്ളമൊക്കെ കൂട്ടി തീറ്റ ഒരു കഴിച്ചതിന് ശേഷം കേട്ടോ വെള്ളം വെച്ച് കൊടുക്കണേ. ചിലപ്പോൾ ചങ്ക കുടുങ്ങുന്ന ഇതാവുമല്ലോ. തീറ്റ തന്നാൽ ചില സമയത്തൊരു നെഞ്ഞ തട്ടി കളിക്കുന്ന ഒരു മാതിരി നിൽക്കാറുണ്ട്. അപ്പോൾ വെള്ളം കൊടുക്കലേ പ്രശ്നമാവും. വെള്ളം കൊടുത്താൽ വെച്ചാൽ കൂട്ടിലൊക്കെ ഒലിപ്പിക്കുകയോ തട്ടി മറക്കുകയൊക്കെ ചെയ്ത് വെള്ളത്തിലാവുമല്ലോ. മാക്സിമം ഞാൻ വൃത്തിയാക്കി കൊടുക്കലാണ്. ഷീറ്റൊന്നും കേകി
അതേപോലെ മായാണ് കേട്ടോ ഒപ്പം കോഴിക്കുട്ടികൾ ഇമ്മയുടെ പൊന്നിന്റെ മക്കളാണ് ഓണേ പഞ്ചാര കുട്ടികളാണ് ബ്ലാക്ക് കേട്ടോ ഒരു വരിക്ക് നിൽക്കുക കയറാൻ വേണ്ടിയിട്ട് പഞ്ചാര കുട്ടികളാണ് ബ്ലാക്ക് അവിടെ കയറണില്ല അവിടെ പിന്നെ പൂവാലിയൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു വയലില് അപ്പൊ ഞാൻ മെല്ലന്ന് തട്ടി കൊടുത്തപ്പോ അവിടെ കയറി പിന്നെ രാജന് ഭയങ്കര സ്നേഹത്തോ രാജക്ക് രാജക്ക് കുറച്ച് വെയിറ്റ് കൂടിയോണ്ട് പെട്ടെന്നൊന്നും ഈ കല്ലമ്മലൊന്നും കയറാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എൻ്റെ പാവം കുട്ടികൾ ഇപ്പോഴും വിചാരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. പിന്നെ എന്താ പറയാ മാക്സിമം ഞാൻ എന്താ പറയാ കണ്ണീര് കാണുമ്പോൾ ഒരു വിഷമാണ് കേട്ടോ എനിക്കിപ്പോ വരുന്നത്. എൻ്റെ എന്ന് ഞാൻ വലയിട്ടാട്ടോ അടിച്ചിട്ടാട്ടോ പോവാ. എൻ്റെ കുട്ടികളത് ഉഷാറായി ഓരോ ദിവസം എന്ന് വെച്ചാൽ എന്നും ഓരോന്ന് ചെക്ക് ചെയ്യും, പിന്നെ വീഡിയോ ഒക്കെ നോക്കും. അങ്ങനെ ഒരു സ്വന്തമായിട്ട് കയറിയതാണ്. അപ്പൊ എല്ലാരും ഉണ്ടോന്ന് നോക്കുക കേട്ടോ. അങ്ങനെ എനിക്കറിയില്ല ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. അതെന്ന് വെച്ചാ ഇവരെ പറ്റി പറയാൻ എനിക്ക് ഒരുപാടുണ്ട് പറയാന്. ആർക്കും എന്റെ ചിലപ്പോ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു എന്നെ മനസ്സിലാവൂല. അത്രക്കും എനിക്ക് അത്രക്കും ഇഷ്ടാണ്. ഇനിയിപ്പം ഞാനിപ്പോ ഒരു മാസത്തോളമായി ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഇനിയും നോക്കട്ടെ വീഡിയോന്റെ ലെങ്ത് അനുസരിച്ച് കോയിനെ വിളിച്ചാല് പെട്ടെന്ന് എവിടെ ഉണ്ടെങ്കിലും വരും. ഈ ബേക്ക് ഭാഗത്തുള്ള ഈ പറമ്പിലേക്ക് അവര് പോകാറുണ്ട്. അപ്പം കുറെ നേരം ഞാൻ കാണാതിരുന്നപ്പോ വിളിച്ചതാട്ടോ. ഇപ്പൊ വരുന്നുണ്ട് അവര്. രാജാ എന്തോണാന്നൊക്കെ വിളിച്ച് ഒരു പെട്ടെന്ന് നോക്കി വരട്ടോ. എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ എത്തോട്ടോ. എന്നെ കണ്ടാല് എന്റെ സൗണ്ട് കേട്ടാലൊക്കെ എന്റെ അടുത്തേക്ക് ഓടി വരും. ഫ്രീക്ക് മക്കളോ വന്നിട്ട് ഒരു കേസിലെ കൂട്ട് കയറാൻ വിളിച്ചാണ്. അങ്ങനെ ഒരു കൂട്ട് കയറാൻ നോക്ക് കൂട്ട് നിറഞ്ഞതാ ചെയ്യണ്ട്. ഇപ്പം രാവിലെ ചോറ് കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ലൈറ്റ് ആയപ്പോ കൊടുത്തില്ലേനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഫ്രീക്കിന് മക്കൾക്കും അത്ര ചോറൊന്നും ഇഷ്ടമില്ല, വലിയ ഇഷ്ടമൊന്നുമില്ല. ചെറുങ്ങനൊക്കെ കഴിക്കുന്നല്ലാതെ അല്ലാതെ ഈ രാജക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ്. എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. കൈ വെച്ച് പിടിച്ചിട്ടാട്ടോ കഴിക്കാൻ. ചാക്കൊക്കെ വീണെടുക്കുന്നുണ്ട്. ഉപ്പച്ചി വളടാൻ വേണ്ടി പുറത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വെണ്ണീര് ഞാൻ പുറത്തേക്ക് വീണാട്ടോ. ഉച്ചക്കേക്കുള്ള ചോറൊക്കെ ആയോണ്ടിരിക്കുകയാണ്. കോഴിക്കള് മക്കള് വേറെ വേറെ പോയിട്ടൊക്കെ കഴിക്കുക കേട്ടോ ഉച്ചക്ക്. നമ്മളെ രാജ ഇട്ട മുട്ട കേട്ടോ. രാജ ഒരു ദിവസം വലിയ മുട്ടായിരുന്നു കേട്ടത്. ഈ മുട്ടൊക്കെ രാജ ഇട്ടാ കേട്ടോ. ഞാൻ പിന്നെ രാജന്റെ മുട്ട മാറ്റി വെച്ചതാണ്. വേറൊരു വലുപ്പത്തിലുള്ള മുട്ടാണ്. അപ്പൊ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാണ് ആദ്യമായിട്ടോ അങ്ങനത്തെ വലിയ മുട്ടൊക്കെ. അപ്പൊ ഞാൻ കൊടുവള്ളി പോവാണ്. അപ്പൊ വൈമ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പോയി വരാൻ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഉപ്പച്ചി നോക്കുന്നൊക്കെ പറഞ്ഞു. മോനോസിനും അത്ര ഇഷ്ടാണ്. നമ്മളങ്ങനെ നോക്കുന്നുണ്ട്. ഇവരെ എല്ലാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക? അതാണ് സത്യം. ഇപ്പം എൻ്റെ അവസ്ഥ വിചാരിച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് അസുഖം വന്നതാണ്. അന്നപ്പം ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ സുഖമില്ലാണ്ടായി, എല്ലാവരും ഇല്ലാണ്ടായി പോകുന്നു, മരുന്ന് കൊടുത്താൽ മാറും എന്നൊക്കെ വിചാരിച്ചാണ്. അമ്മ സുഖമില്ലാണ്ടാവുന്നതിൻ്റെ 2 ദിവസം മുമ്പുള്ള വീഡിയോ കേട്ടത്. അന്ന് രാജയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. വീഡിയോ ഒക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. രാജനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവരില്ലല്ലോ, പിന്നെ വിചാരിക്കും ഇവരെ കാണാലോ ഈ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഒരുപാട് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്കിവരെ. ഇപ്പോൾ
അപ്പം പറയുമ്പം വിഷമാണ്. എന്നാലും ഇത് രാജ്യം നമ്മളെ ഗോൾഡ് ആട്ടോ. ഇവരൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്താണ് പൂവാലിക്ക് അസുഖം വന്നത് കേട്ടോ. നല്ല ഇഷ്ടമാണ് ചോറ് തിന്നാനേ. അപ്പം ഞാൻ ചോറൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു എന്നുള്ളൂ. അല്ലാതെ ഞാൻ അവിടെ തട്ടിക്കൊടുക്കാറാണോ പതിവ്. പിന്നെന്താ എത്തിയത്, ഞാൻ അസുഖം വരുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം മൃഗാശുപത്രിയിൽ പോയി. എന്നെ എവിടെയാണെന്നൊന്നും അറിയില്ല. അന്വേഷിച്ചിട്ട് ഇങ്ങനെ കുന്നമംഗലത്താണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാട്ടോ. അവിടെ ഒരു ഡോഗിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനെന്താ വേറെ നായകളാരോ കടിച്ചിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അന്നപ്പോൾ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഈ അസുഖം മരുന്ന് കുടിച്ചാൽ മാറും, കൊടുത്താൽ മാറും എന്നൊക്കെയുള്ള ഒരു സമാധാനത്തിലാണ്. പിറ്റേന്നൊക്കെ തന്നെ ഡോണ വെള്ള ഒരു കോഴിയിലായിരുന്നു. ഡോണർക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അതാ ഞാൻ വേഗം പോയത്. പൂവാലിൻ്റെ അത്ര കുഴപ്പമില്ല അറിയുന്നില്ലെങ്കിലും ഞാൻ വരുമ്പോക്കിന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് മഞ്ഞളും കടുതരിച്ചും ചോറും ഒക്കെ കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അസുഖമാണ്. എനിക്ക് കാണാനേ പറ്റുന്നില്ല. എല്ലാരും അവിടെ എവിടെ പോയി നിൽക്കാണ്. കാട്ടിൽ പൂവാലി എല്ലാരും ഡോണ ഡോണല്ല ബ്ലാക്കി എല്ലാം കാണാൻ തന്നെ പറ്റുന്നില്ല. ഒരു ഓരോരുത്തരും ഉള്ളിൽ പോയി നിൽക്കണം. ഭയങ്കര സീന്. ഇതൊന്നും കാണാനേ പറ്റും, സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. വിളിച്ചിട്ടൊന്നും വരുന്നില്ല. മരുന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് കൊടുക്കണമെങ്കിൽ അടുത്തേക്ക് വരണ്ടേ. കുറച്ച് കഴിയേണ്ട ഓണ മരിച്ചു. എൻ്റെ കയ്യിൽ നിന്നാണെന്ന് പറയാം. ഞാൻ മരുന്ന് കൊടുത്തു ഇതാക്കി. പിന്നെ ഡോണൻ്റെ അതേ മാതിരിയുള്ള മോളും അഫ്രീക്കിൻ്റെ മക്കള് അന്ന് വൈകുന്നേരം കീരി പിടിച്ചു. അപ്പം ഞാൻ അവിടെ കെടുത്തിട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ അരിയൊക്കെ ഇട്ടെടുത്ത്. ഇനിയിപ്പോൾ ഫ്രൈക്കിൻ്റെ മോൾ ഇല്ല എന്നുള്ളത് ഫ്രൈക്ക് കണ്ടില്ലല്ലോ. കണ്ടാൽ എന്താണ് റിയാക്ഷൻ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. എന്താ കോഴിക്കൊക്കെ അങ്ങനെയൊക്കെ ബുദ്ധിയുള്ളൂ. എൻ്റെ മക്കളാണോ ഒന്നും ചിന്തിക്കുന്നില്ലായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് പേടിയാണ്. നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ കഫക്കെട്ടും പനിയൊക്കെ വന്നത് തണുപ്പുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഴിക്കൊക്കെ ആവിയൊക്കെ പിടിച്ചെടുത്തു. ആവി പിടിച്ചിട്ടൊന്നും എല്ലാവർക്കും പിടിച്ച് ഇതിനമാ രാജ്യം കേട്ടോ. പാവ അടങ്ങി നിന്നൊക്കെ തന്നു. ഞാൻ വിചാരിക്കുന്ന പെട്ടെന്ന് മാറും തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് മാറുമായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനുണ്ട് അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. പോലില്ല ഫ്രൈക്കിൻ്റെ മക്കള് എന്തോ കൊത്താൻ വന്നതൊന്ന് കീരി അങ്ങനെ എന്തോ. അപ്പം ഞാനിങ്ങോട്ട് വരാൻ വിളിച്ചു. അപ്പം ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തു കേട്ടോ. കാടാണ്. അപ്പം അങ്ങോട്ട് പോണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ സൗണ്ട് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ആവി പിടിച്ചോണ്ടിരിക്കുക. പാവ അടങ്ങി നിന്ന് ഇതാക്കാൻ നോക്കണ്ട കേട്ടോ. ഞാൻ പൂവാലിക്കും ആവി പിടിച്ച് എല്ലാവരും ആവി പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടട്ടെ എന്നുള്ളൊരിതാണ് എനിക്ക്. പൂവാലിയൊന്നും പിടുത്തം തരുന്നില്ല കേട്ടോ. എന്നിട്ടും ഞാൻ പിടിച്ചു വെച്ചിട്ട് ആവി കൊള്ളിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പാണ്. നമ്മളെ വയലേരിയ ആയതുകൊണ്ട് ഇനി ആ തണുപ്പിൻ്റെ എഫക്റ്റാണോ വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നല്ലോണം ഞാൻ ആവിയൊക്കെ പിടിച്ചെടുത്ത് വായിലിങ്ങനെ കഫ ഉണ്ടായിരുന്നു. പിറ്റേന്നേക്ക് എല്ലാവരും തീരുമാനമായിട്ടോ. പിന്നെ വേര് മാത്രമേ ഉള്ളൂ എൻ്റെ. അപ്പം ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചെന്നല്ലാണ്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ച് ഇവർ തന്നെങ്കിലും എനിക്ക് ബാക്കിയായി കിട്ടുന്നു. അങ്ങനെ ഇവരെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ്. 3 പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. മൃഗാശുപത്രിയിൽ ആദ്യമായിട്ട് എല്ലാവരും 2 കവറിലോ 2 സഞ്ചിയിലാക്കിയിട്ടോ പോയിട്ട്. അത്ര എന്തോ ഭംഗിയാണെന്നറിയോ ഇവരെയൊക്കെ കാണാൻ. ഒരു കുഴപ്പം വന്നപ്പോൾ എന്തൊരു കഷ്ടമാണ്. കാലൊക്കെ കെട്ടി കൊണ്ടുപോയത്. മക്കളല്ലേ ഓടിക്കളിയും.
ഒരുപാട് വിഷമമുണ്ട്. അതിൽ മരുന്നൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 മാസം ഭക്ഷണമൊന്നുമില്ല. ഇവരിങ്ങനെ ഇതായതുകൊണ്ട് ഭയങ്കര ടെൻഷന്. എനിക്ക് പറ്റുന്ന പോലെ നമ്മളെ രക്ഷിക്കണം എന്നുള്ളൊരിതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. സൂചി ഇഞ്ചക്ഷൻ അടിച്ചാൽ കഴിച്ചിലാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ കൊണ്ടുവന്നു കേട്ടോ. പാവം ഒരു കുഴപ്പം വന്നപ്പോൾ ഒന്നുമില്ല എൻ്റെ കുട്ടിക്ക്. ചെറിയ കുട്ടിക്ക് ഒരാൾക്കുണ്ട് കേട്ടോ. മാറി വെച്ച ആൾക്ക് ചെറുങ്ങനെ പനിയുണ്ട്. ഞാൻ വിചാരിക്കണ ഇഞ്ചക്ഷൻ അടിച്ചാൽ റെഡി പോലെ പറഞ്ഞു. ജനിച്ചിട്ട് 45 ദിവസത്തിനുള്ളിൽ വാക്സിൻ വെക്കാണ്ടോ അല്ലേ? അത് വെക്കണം. അതൊന്നും അറിയില്ല, ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടുന്ന് മോനാ വീഡിയോ എടുക്കണേ എങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. അന്നപ്പോൾ ഒന്നും എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. പിറ്റേന്നൊക്കെ തീരും വയ്യാണ്ട ഈ സൗണ്ടൊക്കെ മാറി നമ്മൾ മനുഷ്യന്മാർക്ക് എന്താ അസുഖമായ അവസ്ഥയിലേക്കായിട്ടോ. കേൾക്കാനേ പറ്റുന്നില്ല. ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ ഒരുമാതിരി വിളിയാക്കുന്നത്. ഇതൊക്കെ ഞാൻ എന്തോ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയതാണ്. ഇതൊക്കെ എണീച്ച് വരി പുറത്തേക്ക് വാ. എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം ഇതിനൊക്കെ കാണാൻ. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് പിറ്റേന്ന്, ഈ വീഡിയോ എടുക്കുന്ന അന്ന് എൻ്റെ ഫ്രീക്ക് പോയി. പിറ്റേന്ന് അല്ലേ മക്കളെയും കൂട്ടി ഒപ്പര നടക്കണ കുട്ടിയാട്ടത് ഫ്രീക്ക്. പക്ഷെ അത് ഒറ്റക്കൊറ്റക്ക് നടന്ന് കാട്ടുപോയി. പെട്ടെന്ന് അവിടെ നിന്ന് എന്തോ ഒരു തുള്ളൽ. ഞാൻ പേടിച്ചുപോയി, ആകെ ഷോക്കായിപ്പോയി. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കാണിച്ച് പോന്ന് പിറ്റേ ദിവസം എൻ്റെ ഫ്രീക്കിന് തീരും വയ്യ. ഒന്നെന്തൊരു ഉഷാറുള്ള കുട്ടിയാ. പിറ്റേന്നേക്ക് എൻ്റെ കുട്ടിക്ക് സുഖമില്ലാണ്ടായി. ഒരു കുട്ടി മരിച്ച്, രണ്ടാമത്തെ കുട്ടിക്കും അസുഖമായി. ആകെ എന്താ പറയുക ടെൻഷൻ. എന്ത് ചെയ്യാനാ ഞാൻ? എന്നെക്കൊണ്ട് പറ്റണ മാക്സിമം ഞാൻ നോക്കിയിട്ടോ. എൻ്റെ കുട്ടീനെ കാണാൻ കഴിയണില്ല, പാവണ്ട്. ഇതെന്ന് പറയാം, എൻ്റെ ഫ്രീക്ക് ആദ്യം മരിച്ചത്, അതിന് ശേഷം ഈ കുട്ടി മരിക്കണത്. ഫ്രീക്ക് ഞാൻ ഈ കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഫ്രീക്ക് പെട്ടെന്ന് കാട്ടിലേക്ക് ഓടിപ്പോയിണ്ടായിരുന്നു. അതെൻ്റെ ഫ്രീക്കിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് ആട്ടോ അതൊക്കെ. വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ 2 മാസത്തോളമായിട്ട് വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി